ഇതിലൊരു 100% എന്നെ റെസ്പോൺസിബിൾ ആക്കിക്കൊണ്ടിരുന്നത് ചേച്ചി തന്നെയാണ്. മീൻ ഒബ്വിയസ്ലി ആദ്യം കഥ പറയുമ്പം ക്രിസ്റ്റോനോടുമായിട്ട് ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസും റീഡിങ്സും അഞ്ജു എന്താണ് അഞ്ജു ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളും അഞ്ജുവിൻ്റെ തീരുമാനങ്ങളെ പറ്റിയിട്ടൊക്കെ സംസാരിക്കും. പക്ഷേ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ സിനിമ കണ്ട എല്ലാവർക്കും അറിയാം, ചേച്ചിയും ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ പന്തെറിഞ്ഞ് കളിക്കുന്ന പോലെ ഓരോന്നും പറയുന്നു, പറയാതിരിക്കുന്നു. സോ ചേച്ചിയുടെ മെത്തേഡാണോ ഇനി മെത്തേഡ് ഇല്ലായ്മയാണോ എന്ന് പറയാൻ എനിക്കറിയില്ല. അത് ഭയങ്കരമായിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് എന്നെ നമ്മൾ കുറേ പിടിച്ചു വെച്ച് അഭിനയിക്കണം, അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പാടില്ല, അത് ലീലാമ്മ കാണരുതെന്ന് വിചാരിച്ചിട്ടാണ് പലതും ഉള്ളിൽ ഒതുക്കി പിടിക്കുന്നത്. അതൊക്കെ എനിക്ക് എളുപ്പത്തിൽ വന്നത് ഞാൻ കുറച്ചൊന്ന് റിലാക്സ് ആകുമ്പോഴാണ്. അപ്പോൾ ചേച്ചി ഇല്ലാത്ത സീനിലൊക്കെ ഞാൻ നല്ലോണം ചേച്ചീനെ മിസ് ചെയ്യും. കാര്യം ഞാൻ ഒറ്റയ്ക്കുള്ള സീൻസൊക്കെ ശരിക്കും ആ ഒരു എന്താണ് ഒരു ശരിക്കും നമ്മളെ സ്നേഹിച്ചും നമ്മളുടെ കൂടെ ആ ഒരു കലാസൃഷ്ടിൻ്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കോ ആക്ടറിനെ നമുക്ക് കിട്ടുമ്പോൾ, അതും ചേച്ചിയെ പോലൊരു സീനിയർ ചേച്ചി അത്രയും ജനറസാണ് സെറ്റിൽ, അത് ആരോടാണെങ്കിലും, എന്നോട് മാത്രമല്ല. അപ്പോൾ എനിക്ക് അത് എന്നെ വളരെയധികം റെസ്പോൺസിബിൾ ആക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ അതെന്നെ ഇനിയും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലൊക്കെ അത് സംഭവിക്കുന്ന കാണുമ്പം തന്നെ ഭയങ്കരമായിട്ട് എലിവേറ്റ് ചെയ്യപ്പെട്ട സീൻ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ ഈ പറഞ്ഞ ഒരു ചേച്ചിയുടെ സിംഗിൾ ഷോട്ട്, അങ്ങനത്തെ ഒരു സീനാണ്. അവിടെ വന്നിരുന്ന് ചേച്ചി അത് പറഞ്ഞ് ഞങ്ങൾ ഫോക്കസൊക്കെ എടുത്തു. ഞങ്ങൾ കുറേ ഷോട്ട്സൊക്കെ പ്ലാൻ ചെയ്തിട്ട് വന്നതാണ്. പക്ഷേ ചേച്ചി ടേക്ക് തന്നതിന് ശേഷം ഞങ്ങളൊക്കെ സ്റ്റണ്ടായിപ്പോയി. പിന്നെ അടുത്ത ഷോട്ട്സൊക്കെ എല്ലാം മറന്നിട്ട് ചേച്ചിയോട് പൊക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ആണ് ഷോട്ട്സ് എടുത്തത്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലൊരു പ്രാർത്ഥനയുടെ ഒരു രംഗവും ഇവർ രണ്ടുപേരുമുള്ള രംഗവും ഞാൻ എഴുതി വെച്ചു. അതെനിക്ക് ഇഷ്ടമുള്ള രംഗമായിരുന്നു. പക്ഷെ അത് ഫസ്റ്റ് ഷോട്ടിൽ വൈറ്റ് ഷോട്ടിൽ ആ സീൻ മൊത്തം കാണുമ്പം ഞാൻ എഴുതി വെച്ചതിനെക്കാട്ടിലൊക്കെ എത്ര മേളിൽ അതെത്തി എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരുപാട് സീൻസ് ഉണ്ട് ഫിലിമിൽ. പിന്നെ എനിക്ക് തോന്നിയത് രണ്ടുപേരും ചേച്ചിയാണെങ്കിലും പാർവതിയാണെങ്കിലും രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ്. പക്ഷേ നമ്മൾ എഴുതി വെച്ചതിനെയൊക്കെ എന്താ പറയുന്നത്, നമ്മൾ എഴുതി വെച്ചതിനെക്കാട്ടിൽ അപ്പുറം എത്തിക്കാൻ പറ്റുന്ന രണ്ട് ആൾക്കാരാണ്. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ആദ്യകാല സമയത്ത് ഞാൻ ഒരു ചെറിയൊരു റീഡിങ് സമയത്ത് പാർവതി ഈ ഡയലോഗ് വായിച്ചപ്പം എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. നമ്മൾ എഴുതി വെച്ച കാര്യം ആദ്യമായിട്ട് ജീവൻ വെക്കുന്നു എന്നൊരു തോന്നൽ വന്നത് പാർവതി അത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ രണ്ട് ആക്ടേഴ്സിനെ കിട്ടുക തന്നെ ആണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. അപ്പോൾ എല്ലാ സിനിമയിലും അത് കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജോലി ഭയങ്കര എളുപ്പമായി മാറും. അപ്പോൾ അങ്ങനെ സംഭവിക്കട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ.